Hi JEE aspirants, 2025 final JEE session, that is BE BTech papers in that is നിങ്ങളുടെ ആൻസർ കീയും അതേപോലെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും സൈറ്റിൽ വന്നിട്ടുണ്ട്. സോ ആൻസർ കീയും റെസ്പോൺസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പേപ്പർ 1 BE BTech പേപ്പറിൽ 2, 3, 4 പ്രത്യേകം 2, 3, 4, 7, 8 ദിവസങ്ങളിൽ നടന്ന JEE B1 B ദാറ്റ് ഈസ് BTech പേപ്പേഴ്സിൻ്റെ ആൻസർ കീസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ റെസ്പോൺസ് ചെയ്ത ഇതും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ആ റെസ്പോൺസ് ഷീറ്റ് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻസർ കേസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്റ്റർബൻസി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും. അപ്പോൾ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ റെക്കോർഡ് റെസ്പോൺസിൽ ഇത് ഓപ്ഷനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, പക്ഷേ നിങ്ങൾക്ക് ഇതല്ല, ഈ ഓപ്ഷൻ അല്ല കറക്റ്റ് എന്ന രീതിയിൽ അതിന് വ്യക്തമായ പ്രൂഫുള്ള രീതിയിൽ നിങ്ങൾക്കിത് ചാലഞ്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രൊസീജിയർ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 11-ാം തീയതിയാണ് ശരിക്കും നോട്ടിഫിക്കേഷൻ വന്നത്. ദാറ്റ് ഈസ് 13-ാം തീയതി രാത്രി 11:50 വരെ മാത്രമേ ആൻസർ കീ ചാലഞ്ചിങ്ങിനുള്ള സമയം അവർ അനുവദിച്ചിട്ടുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. മറ്റൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്താൽ 200 രൂപ വെച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് രജിസ്റ്റർ ആയാൽ മാത്രമേ നിങ്ങളെ ചാലഞ്ചിന് വേണ്ടി അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ JEE.NDA.NIC എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് അവിടെ ചാലഞ്ചിങ് റിഗാർഡിംഗ് ആൻസർ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ചാലഞ്ച് റിഗാർഡിംഗ് ആൻസർ കീ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അത് വെച്ച് നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ നിങ്ങളുടെ പേപ്പറിൻ്റെ ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ പേപ്പർ 1 BE BTech അതേപോലെ 25+25+25 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റ് കാണും. അതേപോലെ തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒരു സെറ്റ് കാണും. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ റെസ്പോൺസ് ചെയ്ത ടിക്കും ശരിയായിട്ടുള്ള ആൻസറും ഓപ്ഷൻ കാണും. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസറിൻ്റെ അവിടെ തൊട്ടപ്പുറത്തെ കോളത്തിൽ നിങ്ങൾ ഈ ആൻസർ അല്ല, ഇതാണ് ശരിക്കുള്ള ആൻസർ എന്ന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ആൻസർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കോളത്തിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ PDF-ൽ നിങ്ങൾ എന്തുകൊണ്ടാണിത് ചാലഞ്ച് ചെയ്യുന്നത് എന്ന രീതിയിൽ എന്തെങ്കിലും വ്യക്തമായ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പ്രിൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും പ്രൂവ് ചെയ്തതാവാം. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ PDF-ൽ വേണം അത് അറ്റാച്ച് ചെയ്യാൻ. അതെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ PDF-നോട് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് താഴേക്ക് വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് കൊടുക്കണം. സേവ് കൊടുത്ത് അതിനുശേഷം ഫീ പേയ്മെൻറ്റ്, അപ്പം എത്ര എണ്ണമാണ് നിങ്ങൾ അത്രയും ചാലഞ്ച് ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ടോട്ടൽ ഫീസ് അവിടെ കാണിക്കും. ആ ഫീ പേയ്മെൻറ്റും കൂടെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ചാലഞ്ച് അവിടെ രജിസ്റ്റർ ആവത്തുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ ഇത് ഫുള്ളി ഒരു പാനലായിരിക്കും ഈ ചാനലിൽ ഈ ചാലഞ്ചിങ് കാര്യങ്ങളൊക്കെ പരിഗണിക്കുക. ഇൻ കേസ് ചാലഞ്ച് ചെയ്തതിന് ശേഷം അവിടെ ആൻസർ കീയിൽ മാറ്റമുണ്ടെങ്കിൽ അത് നമ്മളെ ഒരിക്കലും വ്യക്തിപരമായിട്ട് അറിയിക്കത്തില്ല. ഒരു വെബ്സൈറ്റിൽ ആൻസർ കീസ് ചാലഞ്ച് ചെയ്തതിന് ശേഷമുള്ള ആൻസർ കീസ് ദാറ്റ് ഈസ് മാറ്റിയിട്ട് എല്ലാ സ്റ്റുഡൻസിനും, അതായത് ഇപ്പം ചാലഞ്ച് ചെയ്ത ആൾക്ക് മാത്രമല്ല, ആ ചാലഞ്ചുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇൻ കേസ് ഏതെങ്കിലും ഓപ്ഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് മാറ്റം വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ കറക്റ്റ് ഓപ്ഷൻ എഴുതിയ എല്ലാ കുട്ടികൾക്കും മാർക്ക് കിട്ടുന്ന രീതിയിൽ ഒന്നും കൂടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്ന രീതിയിലായിരിക്കും അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ 13-ാം തീയതി വരെ മാത്രമാണ് സമയമുള്ളത്. 13-ാം തീയതിക്കുള്ളിൽ ഇതിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് റെസ്പോൺസ് അവിടെ അല്ലെങ്കിൽ ആൻസർ കീ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അതും ശ്രദ്ധിക്കണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.